കഴിഞ്ഞ വർഷം ഏറ്റവുമധികം ചർച്ചയായ മലയാള സിനിമകളിലൊന്നാണ് മാർക്കോ. 100 കോടി ക്ലബിലെത്തുന്ന ഉണ്ണി മുകുന്ദന്റെ രണ്ടാം ചിത്രം കൂടിയാണ് മാർക്കോ. മലയാളം കൂടാതെ തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ ചിത്രം എത്തിയിരുന്നു. മികച്ച പ്രതികരണമാണ് റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത്. ഉണ്ണി മുകുന്ദന്റെ മാർക്കോ 116 കോടിയിലധികം ഇതുവരെ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 42 കോടിക്ക് മുകളിലാണ് മാർക്കോ സ്വന്തമാക്കിയത്. മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയടക്കം ഭാഷകളിൽ ചിത്രം മികച്ച പ്രതികരണം നേടി. പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വിജയമായി മാറിയ മാർക്കോ OTTയിലും അമ്പരപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമകളിലൊന്നാണ് മാർക്കോ എന്നും മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്തരമൊരു സിനിമ പ്രതീക്ഷിച്ചില്ലെന്നുമാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത്. കേരളത്തിന്റെ KGF ആണ് മാർക്കോ എന്നും സിനിമ കണ്ട ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. ചിത്രത്തിന്റെ മ്യൂസിക്കിനെ പറ്റിയും നല്ല അഭിപ്രായമാണ് വരുന്നത്. ചിത്രം OTT റിലീസിൽ തമിഴ്, തെലുങ്ക് പ്രേക്ഷകരെ വളരെയധികം തൃപ്തിപ്പെടുത്തിയെന്നാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ സിനിമയുടെ അൺകട്ട് വേർഷൻ OTTയിൽ റിലീസ് ചെയ്യുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ മാർക്കോയുടെ തിയേറ്റർ വേർഷൻ തന്നെയാണ് OTTയിലും എത്തിയത്. ഇത് കുറച്ച് ആരാധകർക്ക് നിരാശയുണ്ടാക്കിയാലും മികച്ച അഭിപ്രായം തന്നെയാണ് മാർക്കോയ്ക്ക് ഇപ്പോഴും OTTയിലും ലഭിക്കുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് അൺകട്ട് വേർഷൻ റിലീസ് ചെയ്യാത്തതെന്ന് നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. എന്തായാലും OTTയും കീഴടക്കി മാർക്കോ മുന്നേറുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.